ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നോമിനേഷൻ ടാസ്ക് തന്നെയാണ്. നമ്മുടെ അനുമോൾ ആദ്യമായി പറഞ്ഞ പേര് സാബുമാനാണ്. കാരണം സാബുമാൻ അനുമോളുടെ പേരാണ് പറഞ്ഞത്. ആ ഒരു സമയത്ത് അനുമോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കില്ല, അനുമോളുടെ കാര്യങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ എന്ന് സാബുമാൻ പറഞ്ഞു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് അനുമോൾ ഇവിടെ സംസാരിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാനോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനോ അവരുടെ കാര്യം അവിടെ ഇവിടെ പോയി പറയാനോ ഇങ്ങനെ ഗോസിപ്പുണ്ടാക്കി സംസാരിക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതെന്ന് വ്യക്തമായ അനുമോൾ പറഞ്ഞു. എൻ്റെ എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ആദിലയും നൂറയുമാണ് ഇപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സ്. അവരോട് തന്നെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാറുള്ളത്. അനീഷേട്ടൻ്റെ കാര്യം പോയി നെവിനോടോ, നെവിൻ്റെ കാര്യം പോയി അനീഷേട്ടനോടോ പറയുന്ന സ്വഭാവം എനിക്കില്ല. അതിനെനിക്കൊട്ട് താല്പര്യമില്ല. എന്താണെങ്കിലും ലക്ഷ്മിനോടാണ് അടുത്തതായി എനിക്ക് പറയാനുള്ളത്. ലക്ഷ്മി പറഞ്ഞത് അനുമോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതും. ലക്ഷ്മിനോട് അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് എന്താണ് ടാസ്ക് എന്ന് നന്നായിട്ടാണ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്യുന്നതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസ് പറയട്ടെ. ബിഗ് ബോസ് പറയുന്നു. ബിഗ് ബോസ് വീട്ടിൽ നോമിനേഷൻ്റെ സമയത്ത് എല്ലാവരുടെ പരസ്പരം കുറ്റം പറഞ്ഞ സമയത്ത് നമ്മുടെ അനുമോൾ സാബുമാൻ്റെ നല്ലത് പറയുന്നുണ്ട്. സാബുമാൻ ഇപ്പോൾ നന്നായി സംസാരിക്കാൻ കഴിവുണ്ട്. ആ ഒരു കഴിവ് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ സാബുമാൻ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളിലും സാബുമാൻ ആ ഒരു ഇത് തന്നെ കാണിക്കണം. കാരണം പുള്ളിക്കാരന് പല കാര്യം പറയുന്ന സമയത്ത് റിയാക്ട് ചെയ്യാൻ തോന്നാറില്ല. ഇപ്പോൾ ആരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പറയട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. തെറ്റേതാ ശരി ഏതാണെന്നാണെങ്കിലും അതിന് പ്രതികരിക്കാൻ വരാറില്ല. രണ്ടാമതായി അനുമോൾ നോമിനേറ്റ് ചെയ്തത് നെവിനെയാണ്. നെവിൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഫുഡിനെ മാത്രം ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ഒരാളാണ്. അന്ന് തന്നെ കോഴിപ്പോര് എന്നൊരു ടാസ്ക് ബിഗ് ബോസ് തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ടീമിനെ നോക്കാതെയോ ആ ടാസ്ക് മനസ്സിലാക്കാതെയോ ആ ടാസ്കിനെ ഇല്ലാതാക്കിയത് നെവിൻ തന്നെയാണ്. ഞാൻ ഇന്നലെ തന്നെ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കടലക്കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ കറിക്ക് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെടുത്ത് കഴിക്കും. അതിനുശേഷം അത് കഴിച്ചത് പോരായിട്ട് പിന്നെ കറി വെച്ച് കഴിയുമ്പോൾ അതിനും ഒരു ഭാഗം ചോദിച്ചുകൊണ്ട് വരും. അത് നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് തന്നെ അനുമോൾ പറയുന്നുണ്ട്. പല കാര്യത്തിലും ഇവിടെ നെവിൻ തമാശയൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ വേണം. പക്ഷേ ടാസ്ക് വരുന്ന സമയത്ത് ടാസ്കിനെ കുറിച്ച് വില കൊടുത്ത് നല്ല രീതിയിൽ ഗെയിം കളിക്കണമെന്നാണ് അനുമോൾ പറയുന്നത്. അനീഷേട്ടൻ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയും ബിന്നിനെയുമാണ്. ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനീഷേട്ടനെയും ഷാനവാസിനെയുമാണ്. അക്ബർ നോമിനേറ്റ് ചെയ്തത് അനീഷേട്ടനെയും ലക്ഷ്മിനെയുമാണ്. ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയും അനുമോളെയുമാണ്. സാബുമാൻ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും അനുമോളെയുമാണ്. ബിന്നി നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയും സാബുമാനെയുമാണ്. ആദില നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും ബിന്നിനെയുമാണ്. ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ബിന്നിനെയും ലക്ഷ്മിനെയുമാണ്. നൂറ് നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും നെവിനെയുമാണ്. നെവിൻ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും അനീഷിനെയുമാണ്. ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിലെ നോമിനേഷനിലേക്ക് വന്നത് ഷാനവാസ്, അനുമോൾ, ലക്ഷ്മി, നെവിൻ, അനീഷ്, അക്ബർ, ബിന്നി, സാബുമാൻ.